224 പേപ്പറിൽ നമ്മൾ എന്താണ് ബ്ലോക്ക് 1 ആയിട്ടുള്ള ബേസിക്സ് ഓഫ് ICTയിലെ യൂണിറ്റ് 1 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ പാർട്ട് 1 നോക്കാം. അപ്പം തന്നെ എന്താ വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയില്ലേ. നമ്മൾ വീട്ടിലായിക്കോട്ടെ, ഓഫീസസിലായിക്കോട്ടെ, എവിടെയും അല്ലേ, ഗവൺമെന്റ്, ബിസിനസ്, ലൈബ്രറീസ്, എഡ്യൂക്കേഷൻ, എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ വന്നു അല്ലേ. ഇറീപ്ലേസബിൾ ആയി മാറിയില്ലേ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിലെ ഒരു പാർട്ടായി മാറിയില്ലേ. ബാങ്കിങ്, ഷോപ്പിംഗ്, ട്രെയിൻ റിസർവേഷൻ, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ, എല്ലാത്തിനും അല്ലേ. ഇപ്പോൾ ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യണം. മെഡിക്കൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രിന്റ് എടുത്തിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എല്ലായിടത്തും വന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് പഠിച്ചിരിക്കണമല്ലോ. അപ്പം കമ്പ്യൂട്ടർ എന്താണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്സ് ഓഫ് ICTയിലെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫസ്റ്റ് ടോപ്പിക്. എന്താണ് കമ്പ്യൂട്ടർ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ ഇസ് എ ഇലക്ട്രോണിക് മെഷീൻ അല്ലേ. ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇൻപുട്ടുകൾ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ടേക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ചെയ്യാം അല്ലേ. കോൾഡ് പ്രോഗ്രാം അല്ലേ. പിന്നെ കാൽക്കുലേഷൻസ് ഓർ ലോജിക് അനുസരിച്ച് എന്താണ് നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ഒരു ഔട്ട്പുട്ട് നമുക്കൊരു റിസൾട്ട് തരും അല്ലേ. ഇതൊക്കെ ചെയ്യും എന്ത് കമ്പ്യൂട്ടർ അല്ലേ. ഇനി എന്താ കമ്പ്യൂട്ടേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഡാറ്റ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് അല്ലേ. അതിന് സൈഡിലൊരു പിക്ചേഴ്സ് കണ്ടോ അല്ലേ. നമ്മളിങ്ങനെ പല പിക്ചേഴ്സ്, നമ്പേഴ്സ്, പല ഡാറ്റകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷെ കമ്പ്യൂട്ടറിന്റെ അവിടെ എന്താ 0 1 അല്ലേ. ആ ഒരു ഇതേ കമ്പ്യൂട്ടർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം അല്ലേ. കമ്പ്യൂട്ടറിന് അത് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. നമ്മൾ നമ്പേഴ്സ്, ലെറ്റേഴ്സ്, സിമ്പിൾസ്, ഇമേജസ് ഒക്കെ കമ്പ്യൂട്ടറിന് കൊടുക്കും ഡാറ്റയായിട്ട്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടേഴ്സിന് ഡയറക്റ്റ്ലി ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റൂല. കമ്പ്യൂട്ടേഴ്സിന് ബൈനറി ലാംഗ്വേജിലുള്ള, അതായത് സീറോസും വൺസും മാത്രമേ മനസ്സിലാവുള്ളൂ കമ്പ്യൂട്ടറിന് അല്ലേ. ദിസ് സീറോസ് ആൻഡ് വൺസ് ആർ കോൾഡ് ബിറ്റ്സ്. ഈ 0 1 അല്ലെങ്കിൽ 0 and 1നെയാണ് ബിറ്റ്സ് എന്ന് പറയുന്നത്, ബൈനറി ഡിജിറ്റ്സ് അല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുക എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണേ വെച്ചാൽ നമ്മൾ പറയണേ ഇഫ് വി സേ ആഡ് 2 3 2 + 3 ആഡ് 2നെയും 3നെയും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എനിക്ക് തരാൻ പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്? ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ആഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താ 0 1 എന്ന് റെപ്രസെന്റ് ചെയ്യും, 2നെ 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യും, 3നെ 1 1 ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് 0 1 1 0 1 1. ഇത് 0 1 എന്ന് പറയുന്ന ആഡ്, 1 0 എന്ന് പറയുന്നത് 2, 1 1 എന്ന് പറയുന്നത് 3. അപ്പൊ നമുക്ക് എന്താ 2 + 3 5 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ആ കിട്ടണതിന് മുമ്പ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, കമ്പ്യൂട്ടേഴ്സിനാകെ ഈ ബൈനറി ലാംഗ്വേജ് അറിയുള്ളൂ. അപ്പൊ ഈ 0യും 1ഉം വെച്ചിട്ടുള്ള പല കോമ്പിനേഷനുകളൊക്കെ ആയിട്ട് അവരങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി എന്താണ്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ചോദിക്കുക ഹൗ ഡു യു ഗിവ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അല്ലെ. അവർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനൊരു റിസൾട്ട് തരുന്നത് എങ്ങനെയാ? ത്രൂ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലെ. പ്രോഗ്രാമിങ്ങിലൂടെയും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലൂടെയാണ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് അല്ലെ. അപ്പൊ ഇനി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് കമ്പ്യൂട്ടർ ഡിസൈൻ. ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എന്താണ് കമ്പ്യൂട്ടേഴ്സിന് നിന്നുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ആർക്കിടെക്ചർ മാതിരി പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരു കമ്പ്യൂട്ടറിന് ഇന്ന കാര്യങ്ങൾ മെയിൻ കോമ്പോണൻസ് ഇതാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല മോഡേൺ കമ്പ്യൂട്ടേഴ്സും സ്റ്റിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ട് തന്നെ. ഈ ഉള്ള ആർക്കിടെക്ചറുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ഉള്ള പുതിയ എന്താ പറയുക കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ട് വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ആർക്കിടെക്ചറിൽ ഒരു കമ്പ്യൂട്ടറിലെ മെയിൻ കോമ്പോണൻസ് എന്താണ്? ALU എന്താണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അതെന്താണ്? ലോജിക്കുകളും മാത്തമാറ്റിക്സും ആ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ്. ഇനി ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് CU. എന്താണ്? കമ്പ്യൂട്ടേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കും. ടുഗദർ ഈ ALU + CU ആണ് എന്താണ് CPU, എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് നമ്മളെ ടെക്സ്റ്റിലുള്ള അതേ ഇഗ്നോ മെറ്റീരിയലിലുള്ള അതേ ഒരു പ്രസൻറ്റേഷനാണ്, മീൻസ് ഫിഗറാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു മെയിൻ മെമ്മറി അല്ലെ, CPU. ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? CPU അല്ലെ. ഇതിലെ CPU എന്ന് പറയുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സും ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ? ഡയറക്റ്റ് നമ്മളിപ്പം മുന്നത്തെ സൈഡിൽ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് എന്താ, ടെൽസ് എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു അല്ലെ. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ത് പറയും? ഈ മാക്സും ലോജിക് ഒക്കെ ചെയ്യുന്ന അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഫാസ്റ്റ് സ്റ്റോറേജ് ഇൻസൈഡ് CPU ഉള്ളിലുള്ള സ്മോൾ ആയിട്ടുള്ള പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ആണ് എന്തിന്? CPU. എന്തിന്? ടെമ്പററി ഡാറ്റകൾ ഹോൾഡ് ചെയ്യാൻ. അതായത് ഇപ്പോൾ എന്തെങ്കിലും അഡ്രസ്സുകൾ അങ്ങനെ ടെമ്പററി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ഇതാണ് എന്താണ്? ഓപ്പറേഷണൽ രജിസ്റ്റർ. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള CPU ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി മെയിൻ മെമ്മറിയിലേക്ക് വരുമ്പോൾ എന്താ? സ്റ്റോർ ബോത്ത് ഡാറ്റ അല്ലെ, നമ്പേഴ്സ് ടെക്സ്റ്റ് പോലെയുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്യും. എന്താ ഇൻസ്ട്രക്ഷൻ? പ്രോഗ്രാം, കോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന എന്ത്? ഈ മെയിൻ മെമ്മറിയിൽ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഇതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം? ഹാൻഡിൽസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ഔട്ട്സൈഡ്. ഇപ്പോൾ അല്ലെ കമ്പ്യൂട്ടറും ഔട്ട്സൈഡ് വേൾഡും ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ. അപ്പൊ നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്താണ്? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാലേ എഴുതാനുള്ളതാണ് കേട്ടോ. അതായത് പോയിന്റ്സ് ആയിട്ട് പറയാം. ഈ പിക്ചർ വരച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇത്ര കണ്ടക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഇനി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടിട്ടുള്ള ഒരു അഡ്രസ് ഇന്റർ കണക്ഷൻ മേലെ അല്ലെ, മെയിൻ മെമ്മറിന്റെയും CPU ഇടയിൽ ഒരു അഡ്രസ് ഇന്റർ കണക്ഷൻ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ടെൽസ് മെമ്മറി വിച്ച് ലൊക്കേഷൻ ടു ആക്സസ് അല്ലെ. മെമ്മറിനോട് പറയാണ് ഏത് ലൊക്കേഷനാണ് ആക്സസ് ചെയ്യേണ്ടത്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഏത് ലൊക്കേഷനാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് പറയാം. CPU മെയിൻ മെമ്മറിനോട് CPU എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് അഡ്രസ് ഇന്റർ കണക്ഷൻ. ഇനി ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫേഴ്സ് ആക്ച്വൽ ഡാറ്റ ആൻഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി. ഈ CPU മെയിൻ മെമ്മറിയും തമ്മിലുള്ള എന്താണ്? ഇല്ല, ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റയും പ്രോഗ്രാം ഇൻസ്ട്രക്ഷനോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇന്റർ കണക്ഷൻ. ഈ ഡാറ്റ ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? CPU ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമായിട്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ക്യാരിയിങ് ബോത്ത് ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. ഡാറ്റയും കൺട്രോൾ സിഗ്നൽസും ക്യാരി ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്താ? CPU ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നതും കൂടിയാണ് ഈ ഡാറ്റ ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ ഇന്റർ കണക്ഷൻ. ഈ പിക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാട്ടോ ഞാൻ. ഇനിയിപ്പോ ഇതിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഇനിയുള്ളതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഹാർഡ് വയേർഡ് വേഴ്സസ് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഒരു മെത്തേഡ്സ് ആണ് അല്ലെ. ഈ CPU ഉള്ളിലുള്ള കൺട്രോൾ യൂണിറ്റിന്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ആണ് എന്താണ്? ഹാർഡ് വയേർഡും കൺട്രോൾ സിഗ്നൽസും അല്ലെ. ഇനി ഹാർഡ് വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് പാർട്സ് മാനുവലി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഫ്ലെക്സിബിൾ അല്ല. എന്താ ഈ ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയാൻ കാരണം? ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതിനുള്ള ആൻസർ വഴി ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ എന്താണ്? ഇഫ് യു വാണ്ട് ടു ആഡ് ന്യൂ ഇൻസ്ട്രക്ഷൻ യു മസ്റ്റ് റീഡിസൈൻ ദ ഹാർഡ്വെയർ അല്ലെ. നമ്മൾ പുതിയൊരു കാര്യം കൊടുക്കുമ്പോൾ ഓൾറെഡി സ്റ്റോർഡ് അല്ലാത്ത പുതിയൊരു കാര്യം കൊടുക്കുമ്പോൾ എന്താണ്? അതിന് നമ്മൾ എന്താണ്? ഈ റീഡിസൈൻ ചെയ്യണം. ഈ ഹാർഡ്വെയർസ് നമ്മൾ എന്താണ്? റീഡിസൈൻ ചെയ്യണം. അപ്പം എന്താണ്? കണക്ട് പാർട്ട് മാനുവലി വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ എന്താ? ഫ്ലെക്സിബിൾ അല്ല. അതേ സമയത്ത് കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ മെത്തേഡ് ആണ് അല്ലെ. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടില്ല, കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് അല്ലെ. നമുക്കിപ്പോ വേറൊരു ഡാറ്റ നമ്മൾ ഓൾറെഡി ഇല്ലാത്ത വേറൊരു ഡാറ്റയ്ക്ക് കൊടുക്കുന്ന വെച്ചാൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. പക്ഷെ കുറച്ച് ഡിലേ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഹാർഡ്വെയർസ് വേഴ്സസ് കൺട്രോൾ സിഗ്നൽ ഇതിന്റെ ഒരു പാർട്ടാണ്. ഇനി CPU എക്സ്പ്ലെയിൻ ചെയ്യാച്ച എന്താണ് CPU അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് CPU അല്ലെ. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്? ALEയും CUയും അല്ലെ. കൺട്രോൾ യൂണിറ്റ്. ALE എന്ന് പറയുന്നത് എന്താ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് അല്ലെ. ആഡ് സബ്സ്ട്രാക്ട് A=B അങ്ങനെ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് സബ്ട്രാക്ട് അരിത്തമെറ്റിക് കാര്യങ്ങളും ചെയ്യും. അതിനോടൊപ്പം ലോജിക് അല്ലെ. ഇപ്പൊ ലൈക്ക് A=B നമ്മൾ കൊടുത്തതിൽ A=B അങ്ങനത്തെ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ALU. ഇനി CU എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ യൂണിറ്റ് എന്താണ്? എല്ലാ ഇൻസ്ട്രക്ഷൻസും മനസ്സിലാക്കും. നമ്മൾ കൊടുക്കുന്ന
ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി എന്താണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ? എന്താണ് ഇൻപുട്ട് ഡിവൈസസ്? എന്താണ് സെൻഡ് ഡാറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ അല്ലെ? അതിന് എക്സാമ്പിൾ ആണ് കീബോർഡ്, മൗസ്. നമ്മൾ കൊടുക്കുന്ന നമ്മള് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ തരുന്ന റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കുക. ഷോ റിസൾട്ട് ഫ്രം ദ കമ്പ്യൂട്ടർ. അതിന് എക്സാമ്പിൾ ആണ് മോണിറ്റർ, പ്രിന്റർ അല്ലെ? അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി മെമ്മറി, മെയിൻ മെമ്മറി ഓർ പ്രൈമറി സ്റ്റോറേജ്. എന്താണ്? എന്തൊക്കെ സ്റ്റോർ ചെയ്യും? മെമ്മറി ഇൻപുട്ട് ഡാറ്റകൾ, ഇൻസ്ട്രക്ഷൻസ്, ഔട്ട്പുട്ട് റിസൾട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യും ആര്? മെമ്മറി. പിന്നെ എന്താണ്? മെയ്ഡ് ഓഫ് മെമ്മറി സെൽസ് അല്ലെ? ഓരോന്നിനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സസ് ഉണ്ട്. കുറെ മെമ്മറി സെൽസ് കൊണ്ട് കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്താണ്? മെമ്മറി. ഇനി എന്താ? ഡാറ്റ സ്റ്റോർഡ് ഇൻ ബൈനറി അല്ലെ? 0 1 ആ ഒരു ബൈനറിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക അല്ലെ? എങ്ങനെയാണ് ഇതിന്റെ ഇത് മെഷർ ചെയ്യുന്നത്? KB, കിലോ ബൈറ്റ്സ് അല്ലെ? 1024 ബൈറ്റ്സ് ആണ് ഒരു KB. ഇനി ഒരു മെഗാ ബൈറ്റ്സ്, MB എന്ന് പറയുന്നത് 1204, സോറി 1024 KB ആണ് ഒരു MB. 1024 ബൈറ്റ്സ് ആണ് ഒരു KB അല്ലെ? അപ്പം ഈ 1 MB എന്ന് പറയുന്നത് എന്താണ്? അറൌണ്ട് 1 മില്യൺ ബൈറ്റ്സ് ആണ് ഒരു MB. നമുക്കറിയാം അല്ലെ? MB, GB, KB. നമ്മളിപ്പോ KB MB ഒക്കെ വിട്ട് GB കണക്കുകളല്ലേ നെറ്റൊക്കെ പണ്ടൊക്കെ MP KB-യിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു KB MB കാര്യങ്ങളിലാണ് ഇത് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. ഈ സെക്കൻഡറി ഒരു ഓക്സിലറി സ്റ്റോറേജ് ഉണ്ട്. എന്താണ്? പെർമനന്റ് സ്റ്റോറേജുകൾക്ക് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവ്സ്, USBs ഒക്കെ. നോട്ട്സ് മെമ്മറി മാതിരി സെയിം അല്ല. മെമ്മറി ഈസ് ടെമ്പററി. മെമ്മറി ടെമ്പററി ആണ്, സ്മോൾ ആണ്. പക്ഷെ യൂസ്ഡ് ബൈ CPU ഫോർ കറന്റ് ടാസ്ക്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിന് വേണ്ടിയിട്ടാണ് CPU യൂസ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്താണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഉള്ള. ഇനി ഒരു 4 മെയിൻ കോമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്താണ്? മെയിൻ കോമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് എന്താണ്? മൗസ്, കീബോർഡ് ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഡാറ്റ കൊടുക്കാനുള്ളത്. ഇനി എന്താണ്? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലെ? കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി കൂടിയിട്ടാണ് CPU. ഇനി സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താ? പെർമനന്റ് സ്റ്റോറേജ് ലൈക്ക് ഹാർഡ് ഡ്രൈവ്സ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ്, മോണിറ്റർ, പ്രിന്റർ യൂസ് ടു ഷോ റിസൾട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള. അപ്പൊ ഈ ഔട്ട്പുട്ട് യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, CPU, സെക്കൻഡറി സ്റ്റോറേജ്, ഇതാണ് എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള 4 കോമ്പോണൻസ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താ? കമ്പ്യൂട്ടർ പെരിഫറൽസ് ആൻഡ് ഹാർഡ്വെയർസ് അല്ലെ? എന്താണ് കമ്പ്യൂട്ടർ പെരിഫറൽസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് നമ്മൾ പറയാച്ചാൽ എന്താണ്? വാട്ട് ഇസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? ഹാർഡ്വെയർ മീൻസ് ദ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്ടിനെയാണ് നമ്മൾ എന്താ? ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എന്താണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഹാർഡ്വെയർ എന്തൊക്കെയാണ്? ഹാർഡ്വെയർസ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി അല്ലെ? റാം, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, CPU ഒക്കെ എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ബേസിക്കലി എന്താ? എനിത്തിങ് യു ക്യാൻ സീ ആൻഡ് ടച്ച് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള എന്തൊക്കെ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മദർ ബോർഡ് ഒക്കെ എന്താ? ഹാർഡ്വെയറിൽ പെടും കേട്ടോ. ഇനി കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിഫറൽസ് ആർ ഹാർഡ്വെയർ ഡിവൈസസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ബട്ട് ഔട്ട്സൈഡ് ദ CPU ആൻഡ് മെയിൻ മെമ്മറി അല്ലെ? കമ്പ്യൂട്ടറായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസസിനെയാണ് നമ്മൾ എന്താ? പെരിഫറൽസ് എന്ന് പറയുന്നത്. പക്ഷെ എന്താ? ഇത് CPU-ന്റെയും മെയിൻ മെമ്മറിന്റെയും പുറത്തുള്ള കാര്യങ്ങളാണ് പെരിഫറൽസ് അല്ലെ? എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് ആട്ടോ. അതായത് കമ്പ്യൂട്ടറായിട്ട് നമ്മളെ ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്ന എക്സ്റ്റേണലി ഉള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്താ പറയാ? പെരിഫറൽസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ മെയിൻ കാര്യങ്ങൾ ചെയ്യാൻ ഇത് ആവശ്യമായിട്ട് വരില്ല. നമ്മളിപ്പോ സൈഡിൽ കൊടുത്തു എന്തൊക്കെയാണ് അതിലുള്ള കീബോർഡ് അല്ലെ? മൗസ്, ഹെഡ്സെറ്റ് കാര്യങ്ങൾ അല്ലെ? പിന്നെന്താണ്? മോഡം, സ്പീക്കേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ? കുറെ ഇത് കൊടുത്തു. ഇതൊക്കെ എന്താണ്? പെരിഫറൽസിന് എക്സാമ്പിൾ അല്ലെ? ദേ ഹെൽപ്പ് വിത്ത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് എന്താ പെരിഫറൽസിന്റെ? ഇൻപുട്ട് ഡിവൈസസ് ആയിട്ടുള്ള കീബോർഡ്, മൗസ്, സ്കാനർ, ബാർകോഡ് റീഡർ, മൈക്രോഫോൺ. ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള മോണിറ്റർ, പ്രിന്റർ, സ്പീക്കേഴ്സ്, പ്ലോട്ടർ. അതർ ഡിവൈസസ് ആയിട്ടുള്ള ക്യാമറ, ടേപ്പ് ഡ്രൈവ്സ്, ജോയ്സ്റ്റിക്സ് ഒക്കെ എന്താണ്? പെരിഫറൽസിന് എക്സാമ്പിൾ. അപ്പൊ ഈ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ മദർ ബോർഡ് കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മൾ
അല്ലെ. CPU, മദർ ബോർഡ് എല്ലാം ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആണ്. പക്ഷെ ആ വക കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കമ്പ്യൂട്ടറിന്റെ പുറത്ത് കമ്പ്യൂട്ടറായി കണക്ട് ചെയ്തപ്പെട്ടിട്ടുള്ള ബാക്കി പല കാര്യങ്ങളും ഈ CPU അല്ലെങ്കിൽ മെമ്മറി കാര്യങ്ങളൊന്നുമല്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പെരിഫറൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് തമ്മിലുള്ള വ്യത്യാസം. ഇനി കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്താ, അതിന്റെ എക്സാമ്പിൾസ് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കുമ്പോൾ ഫസ്റ്റ് എന്താ കമ്പ്യൂട്ടർ പെരിഫറത്തിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? കമ്പ്യൂട്ടർ മോണിറ്റർ അല്ലെ, നമ്മൾ സൈഡിൽ കൊടുത്തു കമ്പ്യൂട്ടറിന്റെ ആ മോണിറ്ററിനെയാണ്, സ്ക്രീനിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതൊരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. എന്താണ്, നമുക്ക് ടെക്സ്റ്റ് ഇമേജസ് ഒക്കെ കാണിച്ചു തരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ. വർക്ക്സ് ബൈ, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? കളർ ആൻഡ് പിക്സൽസിന്റെ ബ്രൈറ്റ്നസും കളറും ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലെ. കുറഞ്ഞ പിക്സൽ ഉള്ളതെന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് വരും. രണ്ട് ടൈപ്സ് കമ്പ്യൂട്ടർ മോണിറ്റർ ഉണ്ട്. CRT മോണിറ്റർ, അതായത് പണ്ട് കാലത്തെ TV ഒക്കെ അല്ലേ, അതാണ് CRT മോണിറ്റർ. ഓൾഡ് ആണ്, ബൾക്കി, വളരെ വലുതാണ്, എന്താണ്, ഒരുപാട് പവർ യൂസ് ചെയ്യും, കറണ്ട് ഒക്കെ. LCD മോണിറ്റർ എന്ന് പറയുമ്പോൾ എന്താ, പുതിയത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സ്ലിം ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള കുറച്ച് പവർ യൂസ് ചെയ്യുന്നതാണ് എന്താണ് LCD മോണിറ്റർ. നമ്മളെ വീട്ടിലൊക്കെ പഴയ TV ഉണ്ടെങ്കിൽ എന്താ, CRT മോണിറ്റർ അല്ലെ. പക്ഷെ LCD എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടിവികളുടെ എന്താണ് LCD മോണിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് കീബോർഡ് അല്ലെ. എന്താണ് കീബോർഡ്? ഒരു ഇൻപുട്ട് ഡിവൈസസ് അല്ലെ, നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റാനുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. എന്താണ്, നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിന്റെ മാതിരി ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ടൈപ്പ് റൈറ്ററിൽ ഇല്ലാത്ത പല കീസും ഇതിലുണ്ട് കേട്ടോ. നമ്മളൊരു കേബിളോ USB ഒക്കെ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. എന്താണ്, ഇപ്പൊ ഉള്ള കീബോർഡ്സ് മൾട്ടിമീഡിയ ഫങ്ഷൻസും ഇന്റർനെറ്റ് ബ്രൗസിംഗും ഒക്കെ എന്താ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ, സോറി, നമ്മളെ കീബോർഡിൽ, ഇപ്പോഴത്തെ കീബോർഡിൽ അവൈലബിൾ ആണ്. എന്താ, മൾട്ടിമീഡിയ ഫങ്ഷൻസിനും ഇന്റർനെറ്റ് ബ്രൗസിങ്ങിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്താണ് ഇന്നത്തെ കീബോർഡുകൾ അല്ലെ. ഇനി മൗസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ്, ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയാം പോയിന്റിംഗ് ഇൻപുട്ട് അല്ലെ, പോയിന്റ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ കൺട്രോൾ ദ കേഴ്സർ ഓൺ സ്ക്രീൻ അല്ലെ, നമ്മൾ നീക്കണതിനനുസരിച്ച് അതിൽ കേഴ്സർ ആയാലും സ്ക്രീനിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തൊക്കെ ആക്ഷനാണ് ചെയ്യുന്നത്? പോയിന്റ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അല്ലെ, ക്ലിക്ക് ആൻഡ് ഡ്രാഗിന് ഉപയോഗിക്കുന്നുണ്ട്, പോയിന്റ് ആൻഡ് ക്ലിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ലെഫ്റ്റും റൈറ്റും ബട്ടൺസ് ഉണ്ട്. എന്ത്, പിന്നെ എന്താ, സ്ക്രോൾ വീൽ, നടുവിൽ ഒരു വീൽ ഉണ്ട് അല്ലെ, നമ്മളിങ്ങനെ ഞെക്കൊക്കെ തന്നെ താഴോട്ട് പോവാ അല്ലെ. ബെസ്റ്റ് യൂസ് വിത്ത് മൗസ് പാഡ് അല്ലെ, നമുക്കൊരു ഒരു പാഡ് മാതിരി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും അല്ലെ. നമ്മൾ എന്താ പറയാ, ഒരു ഷീറ്റ് മതി, അതിന്റെ മേലെ മൗസ് വെച്ച് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ല. അതിനാണ് മൗസ് പാഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താ, പ്രിന്റർ അല്ലെ. എന്താണ്, അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെ. പ്രിന്റ്സ് ഡാറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ ഓൺ ടു ദ പേപ്പർ. നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിലെ ഡാറ്റ നമുക്ക് തരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ അല്ലെ. ഹാർഡ് കോപ്പി അല്ലെ, പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ് കോപ്പി ആണ്. ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി ഉണ്ട്. നമ്മളിപ്പോൾ PDF ആയിട്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള PDF ഒക്കെ ഉണ്ടാവില്ല, കോപ്പി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്ന് നോക്കുന്നത്, അതിന് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്നാ പറയാം. നമ്മൾ പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ടുള്ള പേപ്പർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ, ഹാർഡ് കോപ്പി എന്നാ പറയുന്നത്. ഹാർഡ് കോപ്പി, പെർമനന്റ് കോപ്പി എന്ന് പറയാം. ഇനി എന്താണ്, ക്യാൻ ബി ലോക്കൽ, ഒരു USB വെച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ, നെറ്റ്വർക്ക് പ്രിന്റേഴ്സ് ഉണ്ട് അല്ലെ. ഒരു കമ്പ്യൂട്ടറിന് ഒരു പ്രിന്റർ എന്നുള്ള രീതിയിലും ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് സിസ്റ്റത്തിന് എല്ലാത്തിനും കൂടി ഒരു പ്രിന്റർ എന്നുള്ള രീതിയിൽ നെറ്റ്വർക്ക് പ്രിന്റേഴ്സ് ഉണ്ടാവും അല്ലെ. ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 3-4 സ്റ്റാഫ് ഉണ്ട്, അവർക്ക് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ പ്രിന്ററൊന്നും ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ഒരു പ്രിന്റർ ആവും കോമൺ ആയിട്ട് എല്ലാത്തിനും ഉണ്ടാവും. നമ്മൾ അക്ഷയയിലൊക്കെ ചെല്ലുമ്പോൾ കാണാറല്ലേ. അതാ പറയുന്നത് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ടൈപ്പ് പ്രിന്റേഴ്സ് ഉണ്ട് കേട്ടോ. എന്താണ്, ഡോട്ട് മാട്രിക്സ്, ഇൻജെക്ട്, ലേസർ എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഒരുപാടുണ്ട്. ഇതിൽ കൂടുതൽ ടൈപ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ള ഈ 3 ടൈപ്പ് പ്രിന്റേഴ്സ് ആണ്. എന്താണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്? വളരെ ഓൾഡ് ആയിട്ടുള്ളതാണ്, യൂസേഴ്സ് പിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പറ്റി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് നമ്മളെ മെറ്റീരിയലുണ്ട്, ഞാൻ ചെറുതാക്കിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. എന്താണ്, വർക്ക്സ് ബൈ സ്ട്രൈക്കിംഗ് ആൻഡ് ഇങ്ക് റിബൺ വിത്ത് പിൻസ് അല്ലെ. ടൈപ്പ് റൈറ്ററിന് മാതിരിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഒരു ഇങ്ക് വെച്ചിട്ട്, റിങ്ക് റിബൺ പിന്ന് വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താണ്, ഈ പ്രിന്റ് ഡോട്ട്സ് ദാറ്റ് ഫോം ക്യാരക്ടേഴ്സ് ആൻഡ് ഇമേജസ്. ഈ ഡോട്ടുകൾ പ്രിന്റ് ചെയ്തിട്ടാണ് അത് ക്യാരക്ടേഴ്സ് ഇമേജസ് ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു നമ്മൾ വളരെ ചീപ്പാണ് കേട്ടോ ഇത്. പിന്നെ കുറെ കാലം യൂസ് ചെയ്യും, ഈ ഡ്യൂറബിൾ ആണ്, കുറെ കാലം ചെയ്യും. പിന്നെന്താണ്, ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഒക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് നമ്മൾ പറയാ, വളരെ നോയ്സിയാണ്, പ്രിന്റിംഗ് ഒക്കെ വളരെ നോയ്സ് ഉണ്ടാകും, വളരെ സ്ലോ ആണ്. എന്താണ്,
ക്വാളിറ്റി, ആ പ്രിന്റ് ചെയ്യപ്പെട്ട സാധനത്തിന് ക്വാളിറ്റി കുറവാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ അധികം ഈ പ്രിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ബാങ്ക് ATM മതിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നു. കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്ന പ്രിന്റേഴ്സ് ആണ് ഡോട്ട് മാട്രിക്സ്. പക്ഷെ ബാങ്ക് ATMങ്ങളിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്ത് കാണാം കേട്ടോ. ഇനി ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രേസ് ടൈനി ഇങ്ക് ഡ്രോപ്ലെറ്റ് ഡയറക്ട്ലി ഇൻ ടു പേപ്പർ അല്ലെ. പേപ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ ഇങ്ക് ഡ്രോപ്പുകൾ എന്താ സ്പ്രേ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ പ്രിന്റ് എടുത്തിട്ടുള്ള വളരെ ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ഇമേജസും ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ ഫോട്ടോസിന് ഫോട്ടോസ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെന്താണ് ഈ തുടക്കത്തിൽ ഇതാണ് വാങ്ങാൻ ഇതിനും ഇനീഷ്യൽ പ്രൈസ് വളരെ കുറവാണ് കേട്ടോ. പക്ഷെ അതിന്റെ ഡിമെറിറ്റ്സ് നമ്മൾ പറയുക വെച്ചാൽ ബൾക്ക് കുറേ പ്രിന്റ് എടുക്കാനുണ്ടെങ്കിൽ ഇതാ പറ്റൂല, സ്ലോവർ ആണ്. പിന്നെന്താണ് ഈ ഇങ്ക് കാർട്ടീജസ് അല്ലെ, ഈ ഇതിൽ ഉപയോഗിക്കുന്ന ഇങ്ക് വാങ്ങാൻ എളുപ്പമാണെങ്കിൽ കോസ്റ്റ് കുറവാണെങ്കിൽ പിന്നീട് അതിന് കുറച്ച് എക്സ്പെൻസീവ് ആയി ഇതിൽ ഉപയോഗിക്കുന്ന ഇങ്കൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ പല കാര്യങ്ങളും വാങ്ങാനോ. പിന്നെ എന്താണ് നമ്മളിപ്പോൾ പല ചെറിയ ഓഫീസുകളിലും വീട്ടിലൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ആണ് കേട്ടോ. ഈ അടുത്ത പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലേസർ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്രിന്റർ ആണ്. ഒരു ലേസർ ബീമും ടോണർ പൗഡറും ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. എന്താണ് ഇത് വർക്കിംഗ് ചെയ്യുന്നത്? വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ഹൈ ക്വാളിറ്റി ആണ്. എസ്പെഷ്യലി ടെക്സ്റ്റുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടും. വളരെ ഫാസ്റ്റ് ആണ്. വളരെ എന്താ ഓരോ പേജിന്റെ പ്രിന്റിങ് ആ കോസ്റ്റ് നോക്കുക വെച്ചാൽ കോസ്റ്റ് കുറവാണ് കേട്ടോ. പക്ഷെ വാങ്ങാൻ വളരെ എന്താണ് എക്സ്പെൻസീവ് ആണ്. ഇത് ഫസ്റ്റ് വാങ്ങാൻ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മളെ സ്കൂൾ, ബിസിനസ്സസ്, വലിയ ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ലേസർ പ്രിന്റേഴ്സ്. അപ്പൊ എന്റെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ ഫോട്ടോസ് അല്ലെ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്, ലേസർ പ്രിന്റേഴ്സ് ഒക്കെ. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രിന്റർ ഒക്കെ നമുക്ക് ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കുക വെച്ചാൽ ആദ്യം പ്രിന്റർ എന്താന്ന് ഇങ്ങനെ പിന്നെ ഡിസ്കസ് ചെയ്ത് എഴുതാട്ടോ. ഇനി സ്കാനർ എന്താണ്? സ്കാൻ ചെയ്ത് കയറ്റുന്നത് അല്ലെ. ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഫിസിക്കൽ ഇമേജസ് ഡോക്യുമെന്റ്സ് ഇൻ ടു ഡിജിറ്റൽ ഫോം അല്ലെ. ഫിസിക്കലായിട്ട് പേപ്പർ ബുക്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണ് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. ആ സൈഡിലിരിക്കുന്ന ഫോട്ടോ കൊണ്ട് നമ്മൾ അക്ഷയയിലൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ കഫേയിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി ഒരു USB അല്ലെങ്കിൽ പാരലൽ പോർട്ട് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. എന്താണ് ഓൾഡ് ഫോട്ടോസ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്യാൻ യൂസ് ചെയ്യും. സ്കാനിങ് ഡോക്യുമെന്റ്സ് ഫോർ സ്റ്റോറേജ് എഡിറ്റിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യും. ഈ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഔട്ട്പുട്ട് ഡിവൈസ് ഫോർ സൗണ്ട്, നമുക്ക് പാട്ട് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മൾട്ടിമീഡിയ സ്പീക്കേഴ്സിനായിട്ട് അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താ അതിന്റെ ഉള്ളിൽ ഒരു ഇൻബിൽഡ് ആംപ്ലിഫയർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ബാർകോഡ് റീഡർ. എന്താണ് ബാർകോഡ് റീഡർ അല്ലെ? സ്പെഷ്യൽ ഇൻപുട്ട് ഡിവൈസ് ടു റീഡ് ബാർകോഡ് അല്ലെ. ഓരോ പ്രൊഡക്റ്റിലുള്ള ബാർകോഡുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ബാർകോഡ് റീഡർ അല്ലെ. ബാർകോഡുകൾ ഡിജിറ്റൽ ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് പല കോമ്പോണൻസ് ഉണ്ട്. എന്താണ്? ലൈറ്റ് സോഴ്സ്, ലെൻസ്, സെൻസർ, ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല 4 കോമ്പോണൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ബാർകോഡ് റീഡേഴ്സ്, ഇത് വിശദമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടെക്സ്റ്റിൽ കൊടുത്ത പിക്ചർ വേറെ കേട്ടോ. ഞാൻ നെറ്റിൽ നിന്ന് കിട്ടിയ പിക്ചർ ആണ് ഇതിൽ. നിങ്ങൾ അതൊന്ന് നോക്കി നോക്കുക കേട്ടോ. വേറെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ടൈപ്സ് ഓഫ് ബാർകോഡ് റീഡേഴ്സ് ഉണ്ട്. എന്താണ് ഈ പെൻ റീഡേഴ്സ്? ഈ പെൻ റീഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെൻ ഷേപ്ഡ് ഡിവൈസ് ആണ്. ഒരു ലൈറ്റ് സോഴ്സും ഒരു ഫോട്ടോ ഡിറ്റക്ടറും ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരു ബാർകോഡിൽ മെല്ലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഇത് വളരെ ചീപ്പാണ്, സിമ്പിൾ ആണ്. ഇതിന്റെ യൂസേജ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ എന്താ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള സ്കാനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്ലോ ആണ്. പിന്നെ എന്താണ്? സ്റ്റഡി ഹാൻഡ്, നമ്മൾ കൈ ഇങ്ങനെ ആണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഹാൻഡ്, നല്ല ഇങ്ങനെ ആളക്കി കളിക്കാത്തൊക്കെ നല്ല സ്റ്റഡി ആയിട്ടുള്ള ഹാൻഡ് വെച്ചാൽ അത് കൂടുതൽ നന്നായി വർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ സ്വൈപ്ഡ് അക്രോസ് ബാർകോഡിന് മാനുവലി ബാർകോഡുകൾ സ്വൈപ്പ് ചെയ്യുന്നതിനാണ് പെൻ റീഡർ. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള റീഡർ ആണ്. പിന്നെ വളരെ ചീപ്പാണ്, സ്ലോ ആണ് കേട്ടോ. ഇനി ലേസർ സ്കാനിലേക്ക് വരുമ്പോൾ എന്താ? യൂസസ് ലേസർ ടു റീഡ്. ലേസർ ഉപയോഗിച്ച് ബാർകോഡുകൾ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? ലേസർ സ്കാനർ അല്ലെ. യൂസ്ഡ് ലേസർ ബീം ടു റീഡ്. ലേസർ ബീമുകളാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ചും കൂടി അക്യുറേറ്റ് ആണ്, ഫാസ്റ്റർ. പെൻ റീഡറെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, കുറച്ചുകൂടി അക്യുറേറ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാൻ കഴിയും. പിന്നെ എന്താണ്?
ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് പെട്ടെന്ന് ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് എന്താ പറയുക, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി പെൻ റീഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഈ സംഭവം. പിന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഈ ലേസർ സ്കാനേഴ്സ് ആട്ടോ. ഇനി CCD റീഡേഴ്സ് ഉണ്ട്. എന്താണ്, യൂസ് സ്മോൾ ലൈറ്റ് സെൻസേഴ്സ് ആണ് ഇത് എന്തിനാ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, കുറച്ചും കൂടി റിലയബിൾ ആണ്, നല്ലതായിട്ട് കിട്ടും, കുറച്ച് കാലം ഡ്യൂറബിൾ ആണ്, അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ കിട്ടും. പക്ഷെ എന്താണ്, വളരെ അടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണം, എന്നാലേ അത് റീഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ക്യാമറ ബേസ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂസേഴ്സ് എ ടൈനി ക്യാമറ ഫോർ ട്രൂഡി, ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എന്താ പറയുക ബാർകോഡ് റീഡർ ആണ്. വണ്ടി അല്ലെ, 2D വണ്ടിയിലെ വണ്ടി ബാർകോഡ്സ്, 2D ബാർകോഡ്സ് എന്ന് പറയുന്നത്, ഈ 2D ബാർകോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ QR കോഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ Paytm ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള അതിനെയാണ് നമ്മൾ QR കോഡ്സ്, അതാണ് 2D ബാർകോഡ്സ് എന്ന് പറയുന്നത്. അതേമാതിരി വണ്ടി ബാർകോഡ്സും എന്താണ് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, കുറച്ച് ഡാമേജ് ആയിട്ടുള്ള കോഡ്സ് വരെ ഇതിന് എന്താണ് റീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടി ഇത് വർക്കിംഗ് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്, ബാർകോഡ് റീഡർ ആണ്. പിന്നെ ഈ ടിക്കറ്റ് സ്കാനിങ്ങിന് നമ്മൾ ഈ മൊബൈൽ ആപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ക്യാമറ ബേസ്ഡ് റീഡർ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാർകോഡ് റീഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള എന്താ, മോഡം അല്ലെ. അപ്പൊ ഇന്റേണൽ മോഡും ഉണ്ട്, എക്സ്റ്റേണൽ മോഡും ഉണ്ട്. അതിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തത്. ഇന്റേണൽ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്താണ് ഇന്റേണൽ മോഡ്. എക്സ്റ്റേണൽ മോഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സ് ഉണ്ടാവും, കണക്റ്റഡ് USB സീരിയൽ പോർട്ട് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ മോഡം. നമ്മളിപ്പോൾ വൈഫൈൻ്റെ ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ അധികം എക്സ്റ്റേണൽ മോഡം. ഡിവൈസ് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് അല്ലെ, ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ് എന്ത്, മോഡം അല്ലെ. ഡിജിറ്റൽ ഡാറ്റ അല്ലെ, കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ ഡാറ്റ അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്, ഫോൺ ലൈൻസ് അല്ലെ. ഇത്രയും പറഞ്ഞാൽ മതി, കൺവേർട്ട് ഡിജിറ്റൽ ഡാറ്റ ടു അനലോഗ് സിഗ്നൽസ് പഠിച്ചാൽ മതി. അപ്പൊ അതാണ് മോഡം അല്ലെ. ഇനി RFID എന്താണ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അല്ലെ. യൂസസ് റേഡിയോ വേവ്സ് ടു ഐഡന്റിഫൈ ആൻഡ് ട്രാക്ക് ദ ഒബ്ജക്ട് അല്ലെ. ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ബാർകോഡ്സിന് അല്ലെ, ചില ബാർകോഡ്സിന് പകരം ചില സിസ്റ്റത്തിലൊക്കെ ഇപ്പൊ ലൈബ്രറിയിലൊക്കെ എന്താ, ബാർകോഡ്സിന് പകരം ബാർകോഡ് റീഡറിന് പകരം RFID റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിന് രണ്ട് പാർട്ടുള്ള RFID ടാഗ്, ഇത് ഏതാ, ഒബ്ജക്റ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. RFID റീഡർ അല്ല ആന്റിന റീഡ് ദ ടാഗ് റീഡ് ചെയ്യുക. ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയാ, ട്രാക്ക് ബുക്സ്, റീപ്ലേസ് ബാർകോഡ്സ്, യൂസ് ഓൺ മെമ്പർഷിപ്പ് കാർഡ്സ് ടു, മെമ്പർഷിപ്പ് കാർഡിൽ ഉണ്ടാവാൻ പറ്റും. ബാർകോഡുകൾ റീപ്ലേസ് ചെയ്യാൻ, ബുക്കുകൾ ട്രാക്ക് ചെയ്യാനൊക്കെ എന്താണ് RFID യൂസ് ചെയ്യുന്നുണ്ട് ലൈബ്രറീസിൽ. ഇനി 3 ടൈപ്പ് RFID ഉണ്ട്. എന്താണ്, ആക്റ്റീവ് RFID, പാസീവ് RFID, പിന്നെ BAP, ബാറ്ററി അസിസ്റ്റന്റ് പാസീവ്. ഈ മൂന്നിന്റെയും പിക്ചർ ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, ഒരു ബാറ്ററി ഉണ്ട്, സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യപ്പെടും. പാസീവ് എന്ന് പറയുമ്പോൾ ഇതിൽ ബാറ്ററി ഇല്ല, എക്സ്റ്റേണൽ സിഗ്നൽസ് ആവശ്യമായിട്ട് വരും. ഇനി ബാറ്ററി അസിസ്റ്റന്റ് പാസീവ് എന്ന് പറയുന്നത് എന്താ, വേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, സിഗ്നൽസ് വേണം, കുറച്ചും കൂടി ലോങ്ങർ റേഞ്ച് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ എന്നാണ് ഇതിൻ്റെ. ഇനി കമ്പ്യൂട്ടർ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് കമ്പ്യൂട്ടർ പെരിഫറൽസ് ആണ്. ഇനി കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ഏതൊക്കെയാണ്, CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ഒരു ഇതിന്റെയാണ് പിക്ചർ അതാ കണ്ടു. എല്ലാ തിങ്കിങ്ങും പ്രോസസ്സിംഗ് ആയിട്ട് കമ്പ്യൂട്ടറിന് ആവശ്യമായ എല്ലാ ടാസ്കുകളും ചെയ്യുന്ന ഈ CPU ആണ് അല്ലെ. സോഫ്റ്റ്വെയർ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് എന്താ കമ്പ്യൂട്ടറിനോട് പറയും എന്താണ് ചെയ്യേണ്ടത് അല്ലെ. ശരിക്കുള്ള CPU എന്ന് പറയുന്നത് 1.5 ഇഞ്ചസ് സ്ക്വയർ, വളരെ ചെറുതാണ്. പക്ഷെ ഏറ്റവും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് എന്ത്, CPU എന്ന് പറയുന്നത്. CPUന്റെ സ്പീഡ് നമ്മൾ മെഷേർഡ് ചെയ്യുന്ന മെഗാ ഹേർട്സിലും ജിഗാ ഹേർട്സിലുമാണ്. മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് സൈക്കിൾ, ഒരു സെക്കൻഡിൽ മില്യൺസ് ഓഫ് സൈക്കിൾ പെർ സെക്കൻഡും, ജിഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് സൈക്കിൾ പെർ സെക്കൻഡും ആണ് കേട്ടോ. 1 ജിഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1000 മെഗാ ഹെർട്സ് ആണ് കേട്ടോ. ഈക്വൽ ടു ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള CPU എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ ബെറ്റർ പെർഫോമൻസ് അല്ലെ. എന്താണ്, സ്മൂത്തർ യൂസ് ഓഫ് ആപ്സ് അല്ലെ, ക്രിയേറ്റിവിറ്റി, എന്റർടൈൻമെന്റ്, കമ്മ്യൂണിക്കേഷൻ, പ്രൊഡക്ടിവിറ്റി അല്ലെ, കമ്മ്യൂണിക്കേഷൻ, സൂം, പ്രൊഡക്ടിവിറ്റി ആയത് MS Excel, വേർഡ്, ഗെയിംസ്, മ്യൂസിക്
മ്യൂസിക്, വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് എന്താണ് ആപ്പുകളെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ബെറ്റർ CPU വേണം. ഇനി അടുത്തത് മദർ ബോർഡ് അല്ലെ, മെയിൻ ബോർഡ് ഓർ സിസ്റ്റം ബോർഡ്. ഇതാണ് ഇതിന്റെ മദർ ബോർഡ്, ആ പിക്ചർ കാണില്ലേ അല്ലെ. മെയിൻ സർക്യൂട്ട് ബോർഡ് ഓഫ് കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സർക്യൂട്ട് ബോർഡാണ് എന്ത് മദർ ബോർഡ് എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു അതുമാതിരിയാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം മദർ ബോർഡ് അല്ലെ. ഈ മദർ ബോർഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? CPU ഉണ്ട്, BIOS ഉണ്ട്, റാം സ്ലോട്ടുകൾ ഉണ്ട്, പോർട്സ് അതായത് USB, സീരിയൽ എക്സെട്ര, എക്സ്പാൻഷൻ സ്ലോട്ട് ഫോർ ഗ്രാഫിക്സ്, സൗണ്ട് കാർഡ്സിന്, സ്റ്റോറേജ് കണക്ടർ, സാറ്റ ഫോർ ഹാർഡ് ഡ്രൈവ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് എന്താണ് ഒരു മദർ ബോർഡ് അല്ലെ. ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ചിപ്സ് ഓൺ ദ മദർ ബോർഡ് ദാറ്റ് മാനേജസ് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടി അത് മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചിപ്സിനെയാണ് നമ്മൾ എന്താ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. മദർ ബോർഡിലുള്ള മദർ ബോർഡിന്റെ ഉള്ളിലുള്ള ഒരു ഇതാണ് ചിപ്പ് സെറ്റ്. ഇനി പവർ സപ്ലൈ യൂണിറ്റ് എന്താണ്? PSU എന്താണ്? കൺവേർട്ട്സ് ഇലക്ട്രിസിറ്റി ഫ്രം ദ വാൾ ഇൻടു യൂസബിൾ DC വോൾട്ടേജസ് അല്ലെ. ഇലക്ട്രിസിറ്റി എന്താണ്? ഫ്രം ദ വാൾ 230 വോൾട്ട് AC-നെയൊക്കെ എന്താണ് DC വോൾട്ടിലേക്ക് മാറ്റും അല്ലെ. +3.3 വോൾട്ടേജ്, +5 വോൾട്ടേജ്, +12 വോൾട്ടേജസിലേക്കൊക്കെ മാറ്റും. ഇറ്റ് പവേഴ്സ് ദ മദർ ബോർഡ് ആൻഡ് ഓൾ ഇന്റേണൽ കോമ്പോണൻസ്. എല്ലാത്തിനും പവർ കൊടുക്കുന്നത് എന്താണ്? ഈ PSU ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി അടുത്തത് റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി അല്ലെ. നമ്മൾ ഫസ്റ്റ് കൊടുത്ത പിക്ചർ റോമിന്റെ കേട്ടോ. ഇതൊരു പെർമനന്റ് മെമ്മറിയാണ് കേട്ടോ. റീറ്റെയിൻസ് ഡാറ്റ ഈവൻ വെൻ PC ഓഫ് ആയിരിക്കുമ്പോൾ പോലും ഇതിൽ ഡാറ്റ കിട്ടും, റീറ്റെയിൻ ചെയ്യും അല്ലെ. സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻ, ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അതിന് ഇൻസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താ? റോമാണ് അല്ലെ. മാനുഫാക്ചറിന് ശേഷം ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റൂല, എന്ത്? റോം. ഈ റാം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതൊരു ടെമ്പററി മെമ്മറിയാണ്. പവർ ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ പോയി പോകും കേട്ടോ. പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് എന്ത്? റാം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാർഡ് ഡ്രൈവ്സിനെക്കാട്ടും ഫാസ്റ്റ് ആണ്, പക്ഷെ ഇതൊരു പെർമനന്റ് അല്ല അല്ലെ. ടെമ്പററി മെമ്മറിയാണ് റാം. അതേ സംബന്ധിച്ച് പെർമനന്റ് മെമ്മറിയാണ് എന്ത്? റോം അല്ലെ. ഈ സ്റ്റോറേജ് ഡിവൈസസ് എന്തൊക്കെയാണ്? പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്താ? റാം ആൻഡ് റോം അല്ലെ, നമ്മളിപ്പോൾ പഠിച്ചു. ബിൽഡ് ഇൻ മെമ്മറി യൂസ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്. ഈ സെക്കൻഡറി സ്റ്റോറേജുകളൊക്കെ എന്താണ്? കുറച്ചും കൂടി എന്താണ്? ലോങ് ടേം ഡാറ്റാസ്, കുറച്ച് കാലത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്താ സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഡിവൈസസ്? പ്രൈമറി സ്റ്റോറേജിന്റെ അതാണ് റാമും റോമും. സെക്കൻഡറി സ്റ്റോറേജസിന്റെ കുറച്ചും കൂടി ലോങ്ങിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണ്? ഫസ്റ്റ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, HDD. അതിന്റെ ഒരു പിക്ചർ ആണ് അവിടെ കൊടുത്തത് അല്ലെ. മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സിലെ മെയിൻ സ്റ്റോറേജ് എന്താണ്? ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് കേട്ടോ. GB to TBs ഓഫ് ഡാറ്റ അല്ലെ, ജിഗാബൈറ്റ്സ് ടു ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് അല്ലെ. ഈ PCന്റെ ഉള്ളിൽ ഫിക്സ്ഡ് ആണ് അല്ലെ, എന്താണ്? ഈ ഹാർഡ് ഡ്രൈവ് അല്ലെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ഫ്ലോപ്പി ഡിസ്ക്. ഒബ്സൊല്യൂട്ട്, ഇപ്പൊ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് കൊടുത്ത ഫസ്റ്റ് പിക്ചർ ആണ് കേട്ടോ. മനതാ ഈ സംഭവമാണ് എന്താ? ഫ്ലോപ്പി ഡിസ്ക്. സിപ്പ് ഡിസ്ക് ഇതാണ്. കാർട്രിഡ്ജ് ടാപ്പ് ഇതാണ് കേട്ടോ. ഇപ്പൊ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? 3.5 ഇഞ്ച് റിമൂവബിൾ മാഗ്നറ്റിക് ഡിസ്ക് ആണ്. 1.44 മെഗാബൈറ്റ്സ് അതിന് കപ്പാസിറ്റി ഉള്ളൂ അല്ലെ. 1.44 മെഗാബൈറ്റ്സ് നോക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെഗാബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ 1.44 മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പിക്ചർ, നല്ലൊരു ഫോട്ടോക്ക് തന്നെ അതിൽ കൂടുതൽ ഉണ്ടാവും അല്ലെ, MB അല്ലെ. അപ്പൊ 3.5 ഇഞ്ച് നീളമുള്ള റിമൂവബിൾ ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ് എന്റെ ഫ്ലോപ്പി ഡിസ്ക്. ഇപ്പൊ ഒബ്സല്യൂട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ഇനി സിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? റിമൂവബിൾ ഡിസ്ക് തന്നെയാണ്. സ്റ്റോറിങ് 100 to 250 MB ഒക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു സ്പെഷ്യൽ സിപ്പ് ഡ്രൈവ് ഇതിന് ആവശ്യമാണ് കേട്ടോ. അതും ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല അല്ലെ. 100 to 250 MB എന്നൊക്കെ പറയുമ്പോൾ അല്ലെ. ഇനി കാർട്രിഡ്ജ് ടേപ്സ് എന്ന് പറയുന്നത് എന്താണ്? കാസറ്റ് ടാപ്പുകളെയാണ്. കാസറ്റ് ടാപ്പുകളിലാണ് പണ്ട് കാലത്ത് നമ്മൾ പാട്ട് കേൾക്കാനും മറ്റേ ഇതില് ഇടുന്ന ടാപ്പുകളില്ലേ, അതുമാതിരിയുള്ള കാസറ്റ് ടാപ്പുകളാണ് ബാക്കപ്പിന് യൂസ് ചെയ്യുന്ന. 1 to 4 GB ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്ലോവർ ആണ്, നമുക്ക് ആക്സസ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് സ്ലോവർ ആണ് ഈ കാർട്രിഡ്ജ് ടാപ്സ്. ഇതും ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് CD-ROM, കോമ്പാക്ട് ഡിസ്ക്. എല്ലാവർക്കും അറിയാം അല്ലെ. 650 to 800 MB ഓഫ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യും. റീഡ് ഓൺലി, കനോട്ട് ബി റിട്ടേൺ ടു.
പിന്നെ CDR എന്ന് പറയുന്നത് എന്താണ്? CDR എന്ന് പറയുന്നത് എന്താ? റൈറ്റ് വൺസ് റീഡ് മെനി ആണ്. CDRW എന്ന് പറഞ്ഞാൽ ക്യാൻ റൈറ്റ് ആൻഡ് റീറൈറ്റ്, പിന്നെ റൈറ്റ് റീറൈറ്റിന് ഉപയോഗിക്കാൻ പറ്റും. ഈ DVD എന്ന് പറയുന്നത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെ. CD മാതിരി തോന്നും, പക്ഷെ കൂടുതൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. മൂവീസ് സ്റ്റോർ ചെയ്യാനും മൾട്ടിമീഡിയ പർപ്പസിനൊക്കെ DVD യൂസ് ചെയ്യാം. DVD ഡ്രൈവ് വേണം, ഇത് എന്താ പറയുക, ഇതിൽ ഇട്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ CD-ROM, CDR, CDRW, DVD, ഇതൊക്കെ ഇതിന് സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. ഇനി USB ഫ്ലാഷ് ഡ്രൈവ്, നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യുന്ന USB അല്ലെ, സ്മോൾ ആണ്, വളരെ എല്ലായിടത്തും നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല. പ്ലഗ് ആൻഡ് പ്ലേ സർവീസ്, പ്ലഗ് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. 1 GB തൊട്ട് 32 GB വരെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓരോ കപ്പാസിറ്റി അനുസരിച്ച്. ഫ്ലോപ്പി, CD, സിപ്പ് ഡിസ്കിനൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. നോ റീബൂട്ട് ഓർ പവർ സപ്ലൈ നീഡഡ് അല്ലെ. ഇത് ചാർജിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അല്ലെ. സം ഓഫർ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, ചിലതിന് പാസ്വേഡ് ഒക്കെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്, ഉണ്ടെങ്കിലേ നമുക്ക് ഓപ്പൺ ചെയ്യില്ല, ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ള. ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നോക്കാം.